എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? ലാസ്റ്റ് എക്സ്പീരിയൻസ് പാതയിൽ മെഴുകുതിരി കത്തിക്കുവാൻ പാടുന്നത് കേരള വനംവകുപ്പ് നിർദ്ദേശപ്രകാരമാണ് ഒന്നാം സ്ഥലത്തും 11ാം സ്ഥലത്തും നിർദ്ദേശിച്ചിരിക്കുന്ന ബോർഡിൽ മാത്രമേ മെഴുകുതിരി കത്തിക്കുവാൻ അനുവാദമുള്ളൂ. കാനന പാതയിൽ കുടിവെള്ളം എത്തുന്ന കുടിവെള്ളം ഉപയോഗിക്കുന്നത് അടച്ചു എന്ന് ഉറപ്പുവരുത്തുക. തിരിച്ചുമൊഴിയിൽ സ്ഥലപരിമിതിയുള്ളതിനാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞവർ ദയവായി മറ്റുള്ളവർക്ക് അവസരം ലഭിക്കുന്നതിലേക്ക് സ്ഥലം ഒഴിവാക്കുകയും നീങ്ങുകയോ ചെയ്യുന്ന സാഹചര്യം അപേക്ഷിക്കുന്നു. അവൻ കയറുന്നില്ലല്ലോ. അപ്പൊ വ്ളോഗ് ഇറങ്ങുമ്പോഴേ അവനില്ല അന്ന് കാണില്ലേ വീട്ടുകാർ? അതുണ്ട്, മല കയറുന്ന കാണണ്ടേ? എന്ത്? നീ മറ്റേനുണ്ടായിരുന്നില്ലല്ലേ? അതിനെ റീച്ചില്ല. അതേ ഈ പൊട്ടനൊക്കെ ആയിരുന്നു. എങ്ങടെ പോണേ? മല കയറാൻ. ഞങ്ങളിങ്ങനെ ഇരിക്കാണ് ഗൈസ്. വിപിന് വെയിറ്റ് ചെയ്തിരിക്കാണ് ഗൈസ്. ആ പോട്ടം വന്നില്ല. അവൻ പോസ്റ്റ് തന്നു ബ്ലഡി ഫുൾ. അവൻ വരട്ടെ, നമുക്ക് കുഞ്ചിരിച്ച് കൂമ്പിലിട്ടിരിക്കാം. അത് ഞാനല്ലോ മലയെ കയറ്റിട്ട് ഉരുട്ടിടാ. അതാകുമ്പോ ഉരുണ്ട് വീണോളൂ. നല്ല ആളാ. പാറിപ്പറന്ന് നടന്ന ചെമ്പരുതാണ് കല്യാണം കഴിച്ച് കോലത്തിലായി ഗൈസ്. അതേ പോണു. പിന്നെ വന്നിട്ട് പ്രിൻസിനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കാണ് ഗൈസ്. നമ്മുടെ എല്ലാ ടീമുണ്ട്. ഇവളെ കൊണ്ട് നിനക്ക് പോലും നല്ലതാണ് പറഞ്ഞിപ്പോ നമ്മുടെ ഒന്നാം സ്ഥലം. എന്തായാലും ഫേമസ് ആയിട്ടുണ്ട് നീ. അറിയില്ല. ഇത് 2ാം സ്ഥലം. വിപിൻ 1ാം പ്രാവശ്യം ദാഹിക്കുന്നു. ശരീരം കുറയ്ക്കുന്നു, മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു, യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു, പട്ടാൾക്കാർ അവിടുത്തെ അടിക്കുന്നു, ജനക്കൂട്ടം ആർപ്പൊടിക്കുന്നു. സ്ത്രീകളെ കൂട്ടനാവുന്നു.
പ്രൂഫ് വേണ്ട പ്രൂഫ്. പീഡകളുടെ മുന്നിൽ എന്റെ വേദനകളൊക്കെ നിസ്സാരമാവുന്നു. എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു. എന്താണ് 12 മണി സമയമായിരുന്നു. എന്റെ പിതാവെ അങ്ങനത്തെ വേണമെങ്കിൽ ആ ഡയലോഗ് ഒരു പറഞ്ഞോടാ. ദേവമാതാച്ചാർ വല്ലപ്പാടി യൂത്ത് ഫാൻസിൻ്റെ എണ്ണൊന്നും ഉണ്ടാവില്ല. നിനക്കൊക്കെ എന്ത് സർപ്രൈസ് ആയിരുന്നാടാ. ശീലാനോക്ക് എത്ര പേര് പ്രാർത്ഥിക്കണെന്ന് അറിയിപ്പോ. Successfully completed. തീർത്ഥാടന കേന്ദ്രത്തിന്റെ സ്റ്റിക്കർ പതിച്ചിരിക്കുന്ന കുപ്പികൾ അടിവാരം പള്ളി ഓഫീസിലോ അടിവാരം സ്റ്റാളുകളിലോ തിരികെ കൊടുക്കാൻ ഇത് വിനിയോഗിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. കാണാം. സാധനം വെക്കണ്ടാവും, ഫില്ലെടുത്ത് കൊടുക്കണ്ടാവും. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കനകമല കയറി പ്രാർത്ഥിച്ച് ഇത് ഇറങ്ങാൻ പോവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? കേരള ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ബിബിനോട് ചോദിക്കണില്ല, ബിബിൻ ഇതിൻ്റെ ആളാണ്. അങ്ങനെ നമുക്ക് ഇറങ്ങാം. മെഴുകുതിരി കത്തിക്കാനുള്ള സ്പോട്ടുണ്ട് കാര്യം, കുരിശുകൾ. ഇല്ലില്ല, ഈ പറഞ്ഞ ഓർമ്മിപ്പിച്ച നന്നായി. ജോണപ്പനുള്ളതാ. ജോണപ്പ നീ കാണുന്നില്ലേ? നിന്റെ അപ്പനേസില്ല എന്നെ പിടിച്ച് നടക്കണു. കാണണ്ട, കണ്ടുകഴിഞ്ഞാൽ നമ്മളെ കളിയാക്കും. എങ്ങനത്തെ സാധനം? അങ്ങനെ വിശ്വാസികളെ, ഞങ്ങളിങ്ങനെ കനകമല കയറി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ സക്സസ്ഫുള്ളി ഇറങ്ങി. ശിലയുണ്ടായിരുന്നു, ശിലയിനെടുത്ത് ഞങ്ങൾ നടന്നു. ദുർഘടം പിടിച്ച വഴിയിലൂടെ ഞങ്ങൾ നടന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും ഗ്യാപ്പുള്ളൂ, അതാണൊരു പ്രശ്നം. ഉണ്ടോ ഞങ്ങൾ നടക്കണുണ്ടോ? മലയാറ്റൂര് നല്ല വീതി ഉണ്ട്, ഇവിടെ വീതി കുറവാണ്. കണ്ടാ ഗേറ്റ് അടച്ച്. അപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, 11 മണി വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ ഗേറ്റ് അടയ്ക്കും. ഗേറ്റൊന്നുമല്ല, ബാക്കിയുള്ളവരെ ഇറക്കി വിടുന്നതായിരിക്കും. കഞ്ഞി കുടിക്കാം. അപ്പോൾ നമ്മൾ മല ഇറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് കഞ്ഞി കുടിക്കണം.